ഇനി ഒരു പരാതി കൊടുക്കണമെങ്കിൽ പോലും ഒരു ഓഫീസ് പോലും കേരളത്തിൽ ഇല്ല, അങ്ങ് ദില്ലി വരെ പോകേണ്ടി വരും. ഇവരുടെ ഒരു അറിയിപ്പ് പോലും മലയാളത്തിൽ ഇല്ല, എല്ലാം ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ്. പ്രിയപ്പെട്ടവരെ, പച്ചക്കള്ളമാണ് ഈ പറയുന്നത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ നിക്ഷേപങ്ങൾ സുരക്ഷിതമല്ലെങ്കിൽ ദേശസാൽകൃത ബാങ്കുകൾ അടക്കമുള്ള ബാങ്കുകൾക്കും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? നമസ്കാരം. ചില യൂട്യൂബ് ചാനലുകളുണ്ട്, കൊട്ടേഷൻ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ചില ചാനലുകൾ. എല്ലാ യൂട്യൂബ് ചാനലുകളും എന്ന് പറയുന്നില്ല കേട്ടോ, ചിലർ മാത്രം. സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പണം ആവശ്യപ്പെടുകയും ആവശ്യപ്പെടുന്ന പണം കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ വളരെ മോശമായ രീതിയിൽ കുപ്രചാരണങ്ങൾ നടത്തുന്ന ചില ചാനലുകൾ. നിരവധി സബ്സ്ക്രൈബർമാരും പ്രേക്ഷകരും ഉണ്ട് എന്നുള്ളതാണ് ഈ ചാനലുകളുടെ കൊട്ടേഷൻ സ്വഭാവത്തിന്റെ അടിസ്ഥാന കാരണം. ഈ അടുത്തായി ചില യൂട്യൂബ് ചാനലുകളിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് വന്ന കുപ്രചാരണം സാധാരണക്കാരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക മാത്രമല്ല, ഒരു ഭീകരമായ ഒരു ഭയം ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ചില കുപ്രചാരണങ്ങളാണ് ചില സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ചില യൂട്യൂബ് ചാനലുകളിലെ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം, സത്യാവസ്ഥ ആളുകളെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ആരെയും വ്യക്തിപരമായി ഉപദ്രവിക്കാനോ ടാർഗറ്റ് ചെയ്യാനോ വേണ്ടിയല്ല. വളരെ കൃത്യമായി ഇതിന്റെ സത്യാവസ്ഥ, ഇവർ പറയുന്ന കുപ്രചാരണം നടത്തുന്ന ഈ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ആളുകളെ ബോധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിധികളും സഹകരണ സംഘങ്ങളും ഒക്കെ ഇപ്പോൾ ഒന്നൊന്നായി തകരുകയാണ്. മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ ചിട്ടി, മണിച്ചെയിൻ നിധികൾ എന്നിവയിൽ നിക്ഷേപിക്കുന്ന പണത്തിന് സർക്കാരോ റിസർവ് ബാങ്കോ ഗ്യാരണ്ടി നൽകുന്നില്ല എന്ന് വീണ്ടും ജനങ്ങളെ അറിയിക്കുകയാണ്. ദേശസാൽകൃത ബാങ്കുകളെ പോലെ ഇത്തരം സംഘങ്ങൾക്ക് യാതൊരു സെക്യൂരിറ്റിയും ഉറപ്പുകളുമില്ല. സർക്കാരോ റിസർവ് ബാങ്കോ യാതൊരുവിധ ഗ്യാരണ്ടിയും നൽകുന്നില്ല എന്നതാണ് ഹൈലൈറ്റ്. മണി ചെയിൻ, നിധി കമ്പനികൾ, ആട്, തേക്ക്, മാഞ്ചിയം എന്നൊക്കെ പറയുന്ന കൂട്ടത്തില് പുട്ടിന് തേങ്ങ പോലെ ഇടയിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നുള്ളത് ഇങ്ങനെ ചേർക്കുക. എന്നിട്ട് ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലുകൊല്ലുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലൈന്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ഗൂഗിളിൽ ചെന്ന് sachet.rbi.org.in SACHET.RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RBI.org.in എന്ന് സെർച്ച് ചെയ്യുക. ഇത് റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റാണ്. ഇതിൽ എല്ലാവിധ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ, ഈ കുപ്രചാരണങ്ങൾ നടത്തുന്ന വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും യാഥാർത്ഥ്യം ഈ RBIയുടെ റിസർവ് ബാങ്കിന്റെ ഈ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു സാധനമാണ് അവിടെ വരിക, സച്ചേത്ത് RBI എന്നുള്ളത് വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RBIയുടെ ഒരു വെബ്സൈറ്റ് കിട്ടും, സച്ചേത്ത് ആൻഡ് SLCC ഇനീഷ്യേറ്റീവ്. എല്ലാ ഭാഷകളിലും, അസാമീസ് മുതൽ ബംഗാളി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഷകളിലും ഈ വെബ്സൈറ്റ് നമുക്ക് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഇതിൽ എബൌട്ട് അസ് എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റി ഇസ് ദ ജോയിന്റ് ഫോറം ഫോംഡ് ഇൻ ഓൾ സ്റ്റേറ്റ്സ് ടു ഫെസിലിറ്റേറ്റ് ഇൻഫർമേഷൻ ഷെയറിംഗ് എമംഗ് ദി റെഗുലേറ്റേഴ്സ്. എന്നിട്ട് ഇത് എന്താണ് ഇത് എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഏതൊരാൾക്കും ഇത് വായിച്ചു നോക്കാവുന്നതാണ്. ഇനി എബൌട്ട് അസ് കഴിഞ്ഞതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇൻവെസ്റ്റേഴ്സ് അവയർനെസ് എന്നുള്ള ഒരു ലിങ്ക് ഉണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇൻവെസ്റ്റർക്ക്, ഒരു നിക്ഷേപകന് ഏതെല്ലാം തരത്തിലുള്ള ബോധവൽക്കരണമാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നൽകാൻ പറ്റുക, അതൊക്കെ ഇതിൽ വീഡിയോ സഹിതം ലഭ്യമാണ്. ഇതിൽ ആദ്യത്തെ പോയിന്റ് തന്നെ വിച്ച് എൻറ്റിറ്റീസ് ആർ ഓതറൈസ്ഡ് ടു റൈസ് ഡെപ്പോസിറ്റ്സ് ഫ്രം പബ്ലിക് എന്നുള്ളത് കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇതൊക്കെ മലയാളത്തിലുണ്ട് കേട്ടോ. മലയാളം എന്ന് നമ്മൾ ഭാഷ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മലയാളത്തിലും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ വിച്ച് എൻറ്റിറ്റീസ് ആർ ഓതറൈസ്ഡ് ടു റൈസ് ഡെപ്പോസിറ്റ്സ് ഫ്രം പബ്ലിക് എന്നുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഓതറൈസ്ഡ് എൻറ്റിറ്റീസ്, സാധാരണക്കാരിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ, എൻറ്റിറ്റീസ് ഏതൊക്കെയാണെന്ന് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തേത് കൊമേഴ്സ്യൽ ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് റെഗുലേറ്റർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്, അതിൻ്റെ റെഗുലേറ്ററും RBI.
അതിൻ്റെ തൊട്ട് താഴെ ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ്, അതിൻ്റെ റെഗുലേറ്റർ നാഷണൽ ഹൗസിംഗ് ബാങ്ക്. നാലാമത്തത് അതർ കമ്പനീസ്, റെഗുലേറ്റർ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. അഞ്ചാമത്തത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, റെഗുലേറ്റർ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ആറാമത്തേത് നോക്കൂ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, റെഗുലേറ്റർ ആരാണ്? സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെഗുലേറ്ററുടെ കീഴിൽ കൃത്യമായ മാനദണ്ഡങ്ങളോടെ പ്രവർത്തിക്കുന്ന സഹകരണ സംഘമാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കേന്ദ്ര സഹകരണ വകുപ്പിന്റെ കീഴിൽ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന റെഗുലേറ്ററുടെ നിയന്ത്രണാധികാരത്തിന് കീഴിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളെയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്നത്. ഇനി ആരൊക്കെയാണ് ഇന്ത്യയിലെ റെഗുലേറ്റേഴ്സ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിന് ഈ ഒരു കോളത്തിൽ വന്നിട്ട് റെഗുലേറ്റേഴ്സ് എന്ന് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ റെഗുലേറ്റേഴ്സ് ഇവിടെ നമുക്ക് സെലക്ട് റെഗുലേറ്റർ എന്ന് കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 9 റെഗുലേറ്റർമാരെ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യ രാജ്യത്ത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏതൊക്കെ റെഗുലേറ്റർമാരുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിക്കുമ്പോഴാണ് അത് സുരക്ഷിതം ആയിരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സെബി ഒരു റെഗുലേറ്ററാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്റ്റോക്ക് മാർക്കറ്റുകളെ നിയന്ത്രിക്കുന്നു. MCA മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, അതുപോലെ IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഇൻഷുറൻസ് LIC ഉൾപ്പെടെയുള്ള ഇൻഷുറൻസുകളെ നിയന്ത്രിക്കുന്നു. NHB നാഷണൽ ഹൗസിംഗ് ബോർഡ് ഹൗസിംഗ് സൊസൈറ്റികളെ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI എന്നുള്ളത് ഇന്ത്യയിലെ ബാങ്കേഴ്സ് ബാങ്കാണ്. കൊമേഴ്സ്യൽ ബാങ്കുകളെ നിയന്ത്രിക്കുന്ന റെഗുലേറ്ററി അതോറിറ്റി കൂടിയാണ് RBI. ഈ വീഡിയോയിൽ പലതവണ പറയുന്നുണ്ട് RBIയുടെ കീഴിലല്ല, RBIയുടെ സുരക്ഷിതത്വം ഇല്ല എന്നുള്ളത് പറയുന്നുണ്ട്. RBI എന്നുള്ളത് ഇന്ത്യയിലെ 9 റെഗുലേറ്റർമാരിൽ ഒന്നാണ്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് 9 റെഗുലേറ്റർമാരിൽ ഒന്നാണ് RBI. അപ്പൊ RBIക്ക് തൊട്ട് താഴെയായിട്ട് വരുന്നത് നോക്കൂ, CRCS, സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഈ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന റെഗുലേറ്ററി അതോറിറ്റിക്ക് കീഴിലാണ് ഇന്ത്യയിലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ RBI എന്ന റെഗുലേറ്ററി അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എത്തരത്തിൽ സുരക്ഷിതമാണോ അതുപോലെ തന്നെയാണ് സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന റെഗുലേറ്റർക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ സുരക്ഷിതത്വം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അടുത്തത് രജിസ്ട്രാർ ഓഫ് ചിറ്റ്സ് ആൻഡ് ഫണ്ട്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, PFRDA. ഈ 9 റെഗുലേറ്ററി അതോറിറ്റികളാണ് ഇന്ത്യയിലെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട റെഗുലേറ്റേഴ്സ്. അപ്പൊ ഈ റെഗുലേറ്ററി അതോറിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ എന്നുള്ളതാണ് ഈ RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഈ വെബ്സൈറ്റിൽ തന്നെ ഹോമിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഹോം എന്നുള്ളത് നിങ്ങൾ അടിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കണ്ടോ, രജിസ്റ്റേർഡ് എൻറ്റിറ്റീസ്, ലിസ്റ്റ് ഓഫ് രജിസ്റ്റേർഡ് എൻറ്റിറ്റീസ് വിത്ത് ഡിഫറെൻറ്റ് റെഗുലേറ്റേഴ്സ്. അതായത് വ്യത്യസ്ത റെഗുലേറ്റർമാരുടെ കീഴിലുള്ള എൻറ്റിറ്റീസ് ഏതൊക്കെയാണ്, സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ വെബ്സൈറ്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. RBI എന്ന് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ RBIക്ക് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളുടെ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് അതിൻ്റെ തൊട്ട് താഴെ സെബിയുടെ കീഴിൽ ആരൊക്കെ വരുന്നുണ്ട് എന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ലഭ്യമാകുന്നതാണ്. അങ്ങനെ ഓരോ സ്ഥാപനങ്ങൾക്കും IRDAയുടേതുണ്ട്, CRCS സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ലിസ്റ്റ് PDF ലിസ്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ റിസർവ് ബാങ്കിൻ്റെയോ നിയന്ത്രണത്തിന് കീഴിലല്ല എന്ന് പറയുമ്പോൾ അത് സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമല്ല, കളവാണോ എന്ന് ചോദിച്ചാൽ കളവല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, അവരെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് ഇത്തരം കുപ്രചാരണങ്ങളിലൂടെ ഇവർ ലക്ഷ്യമാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലല്ല,
റിസർവ് ബാങ്കിന്റെ കീഴിലല്ല എന്നൊക്കെ പറയുമ്പോൾ സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമാണ്, കളവാണോ എന്ന് ചോദിച്ചാൽ കളവാണ്. ഇങ്ങനെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുക, അവരെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ RBIയുടെ കീഴിലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താ, ഇന്ത്യയിൽ 9 റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു RBI ഉൾപ്പെടെ, IRDA ഉൾപ്പെടെ, PFRDA ഉൾപ്പെടെ, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഉൾപ്പെടെ ഇന്ത്യയിൽ 9 റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട്. ഈ 9 റെഗുലേറ്ററി അതോറിറ്റീസിലെ ഒന്നാണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കൊമേഴ്സ്യൽ ബാങ്കുകളെയാണ് ഇവ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ഒരു റെഗുലേറ്ററി അതോറിറ്റിയാണ് സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഈ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന റെഗുലേറ്ററി അതോറിറ്റിയുടെ കീഴിലാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ RBIയുടെ കീഴിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. RBIയെ പോലെ 9 റെഗുലേറ്ററി അതോറിറ്റീസിൽ ഒന്നായ RBIയെ പോലെ മറ്റൊരു റെഗുലേറ്ററി അതോറിറ്റിയായ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ കീഴിലാണ് ഇന്ത്യയിലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒരു പ്രാവശ്യം കൂടി പറയാണ്. ഈ കൊട്ടേഷൻ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ചാനലുകളെ സംബന്ധിച്ചിടത്തോളം സത്യം എന്ത് എന്ന് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ ഇത് കേൾക്കുന്നവൻ കൺഫ്യൂഷൻ ആകണം, അവരുടെ ലക്ഷ്യം അവിടെ സാധ്യമാക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. കണ്ണൂരിൽ ഇപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി തകർന്നിരിക്കുകയാണ്. പണം നിക്ഷേപിച്ചവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു, ചില്ലിക്കാശ് പോലും തിരികെ കിട്ടിയിട്ടില്ല. ചോദ്യം ഇതാണ്, കണ്ണൂരിൽ തകർന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരെന്താണ്? എത്ര കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്? ആർക്കൊക്കെയാണ് പണം നഷ്ടപ്പെട്ടത്? ഇത്തരം കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. 11 മുതൽ 13% വരെ പലിശയ്ക്ക് ഇവർ പണം കൊടുത്ത് 20 മുതൽ 24% ലോൺ കൊടുക്കുകയാണ്. ഇത്തരത്തിൽ ജനങ്ങൾ കൂടുതൽ പലിശയ്ക്ക് പണം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പണം നൽകുമ്പോൾ ഇതിനെ കേന്ദ്ര സർക്കാർ സ്ഥാപനമെന്നും കേന്ദ്രത്തിന്റെ ബാങ്ക് എന്നും കേന്ദ്ര സർക്കാർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുമൊക്കെ കള്ളം പറഞ്ഞാണ് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നത്. ജനങ്ങളും നിക്ഷേപകരും അറിയേണ്ടത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കേന്ദ്ര സർക്കാർ സ്ഥാപനമല്ല. കേന്ദ്ര സർക്കാരിന്റെ നിയമം അനുസരിച്ച് ഒന്നിലധികം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സഹകരണ സംഘം മാത്രമാണ് ഇവ. ഇതിൽ അവസാനം പറഞ്ഞത് സത്യമാണ്, അല്ല അവസാനം പറഞ്ഞത് മാത്രമാണ് സത്യം. കേന്ദ്ര സഹകരണ വകുപ്പിന്റെ കീഴിൽ സഹകരണ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. ഇത് സർക്കാരിൻ്റെതല്ല എന്നാ പറയുന്നത്. സഹകരണ സംഘം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് നമുക്ക് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, അതിന് നമുക്ക് ആദ്യം ഗൂഗിളിൽ കയറാം. ഗൂഗിളിൽ കയറിയിട്ട് nationalcooperatives.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാഷണൽ കോപ്പറേറ്റീവ് ഡാറ്റാബേസിൻ്റെ വെബ്സൈറ്റ് കിട്ടും. ഈ വെബ്സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഡീറ്റെയിൽസ് അടങ്ങുന്ന നാഷണൽ കോപ്പറേറ്റീവ്സ്, അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സംഘങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ വിവരണങ്ങൾ ഗവൺമെന്റിന്റെ ഈ വെബ്സൈറ്റിലുണ്ട്. ഇത്തരം കുപ്രചാരണങ്ങൾ നടത്തുന്ന നമ്മുടെ യൂട്യൂബ് ചാനലുകളെ വിശ്വസിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, സത്യാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഈ വെബ്സൈറ്റിലാണ് നമ്മൾ കയറേണ്ടത്. ഇതിൽ നമ്മൾ കയറിയിട്ട് അതിൽ ഹോം, എബൌട്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ, ജേണി ഓഫ് NCD, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതിൽ ഈ എബൌട്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ MOC എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷനെ കുറിച്ച് വളരെ വ്യക്തമായ ഡിസ്ക്രിപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ താഴോട്ട് പോകുമ്പോൾ നമ്മളിത് കണ്ട ഇതിൻ്റെ ഈ പാരഗ്രാഫിൻ്റെ മിഡിലായിട്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളത് കണ്ടോ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിൻസിപ്പൽ ആക്ടിവിറ്റീസ് ഓഫ് ദ മിനിസ്ട്രി ഇൻക്ലൂഡ് സ്ട്രീംലൈനിങ് പ്രോസസ് ഫോർ ease of doing business for cooperatives and enabling development of multi-state cooperative societies എന്നുള്ളതാണ്. ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. enabling development of multi-state cooperative societies. അപ്പോൾ എന്നിട്ട് യൂട്യൂബ് ചാനലുകളിൽ പണം വാങ്ങിയിട്ട് പറയാണ് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ല, സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നു. പക്ഷെ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ പാരഗ്രാഫിന്റെ ഏറ്റവും അവസാനം പറയുന്നത് സഹകാർ കി സമൃദ്ധി എന്ന് പറയുന്നുണ്ട്. സഹകാർ കി സമൃദ്ധി ഇത് ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ്, പ്രഖ്യാപിത പോളിസിയാണ്. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് വായിച്ചു നോക്കാവുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ ഇതിൽ വിഷൻ ഓഫ് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ ഇങ്ങനെ താഴോട്ട് പോകുമ്പോഴേ നോക്കൂ, ദി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ദി 7 യൂണിവേഴ്സലി അക്സെപ്റ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണ്. ലോകമെമ്പാടും അംഗീകരിച്ച 7
കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെയാണ് ചില യൂട്യൂബ് ചാനലുകൾ ഇതിനെ ഇങ്ങനെ വിമർശിക്കുന്നത്. എന്താണ് ഇത് നിയന്ത്രണത്തിലല്ല, സർക്കാരിൻ്റെതല്ല എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒരിക്കലും സർക്കാരിൻ്റെതാവുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് 7 യൂണിവേഴ്സലി അക്സെപ്റ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതെല്ലാവർക്കും ബാധകമാണ്. ലോകം മുഴുവൻ അതെങ്ങനെയാണ്? സഹകരണ സംഘങ്ങൾ ഇങ്ങനെയാണ്: ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പേഴ്സ് ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണോമി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ്, ഓട്ടോണോമി ആൻഡ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഓരോ സഹകരണ സംഘങ്ങൾക്കും ഓട്ടോണമി ഉണ്ടാകും, ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്നതാണ്. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഈ 7 യൂണിവേഴ്സലി അക്സെപ്റ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നത് ആരാണ്? ഏതെങ്കിലും യൂട്യൂബ് ചാനൽ അല്ല കേട്ടോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ. ഇനി മറ്റൊരു ആരോപണം, 11%, 12% ഒക്കെ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. ദേശസാൽകൃത ബാങ്കുകളിൽ 6%, 6.5%, 7% ഒക്കെയാണ്. അപ്പോൾ ഇതാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയ എമൗണ്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ചില നിഷ്കളങ്കമായിട്ട് ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യം. ആക്ച്വലി ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് പ്രവർത്തനാനുമതി മെമ്പേഴ്സിൻ്റെ ഇടയിൽ മാത്രമേ ഉള്ളൂ, പബ്ലിക്കിൻ്റെ ഇടയിലല്ല. ബാങ്കുകൾക്ക് പബ്ലിക്കിൻ്റെ ഇടയിലാണ് പ്രവർത്തനാനുമതി. അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് പരസ്യം ചെയ്യാം, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് പരസ്യം ചെയ്യാൻ പറ്റില്ല. നോക്കൂ, നമ്മുടെ ISL ജാംഷഡ്പൂർ FC സ്പോൺസർ ചെയ്യുന്ന കൂട്ടത്തിൽ SBI ഇല്ലേ? അതുപോലെ നമ്മളെ IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെ സ്പോൺസർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ SBI ഇല്ലേ? നമ്മുടെ ഒരു ദേശസാൽകൃത ബാങ്കാണല്ലോ. അപ്പൊ ദേശസാൽകൃത ബാങ്കുകൾ പരസ്യം ചെയ്യുന്നുണ്ട്, പൊതുജനങ്ങളുടെ ഇടയിലേക്ക് അവരുടെ പ്രത്യേകതകൾ എത്തിക്കുന്ന വിവിധ മാധ്യമങ്ങളിലൂടെ അവരിതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പണം വേണം. ഈ പണമൊക്കെ എവിടുന്നാ കിട്ടുക? ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ചിട്ടല്ല ഇതിനുള്ള പണം കണ്ടെത്തുന്നത്, അവിടെ നിക്ഷേപിക്കുന്ന നിക്ഷേപകരുടെ വിഹിതത്തിൽ നിന്നാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ചിടത്തോളം അത്തരം പരസ്യങ്ങൾക്കോ സ്പോൺസർഷിപ്പിനോ ഉള്ള ചെലവുകളില്ല. അവിടെ കിട്ടുന്നതിന്റെ ഭൂരിഭാഗവും, സിംഹഭാഗവും കസ്റ്റമർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ബാങ്കുകളിൽ, ദേശസാൽകൃത ബാങ്കുകളിൽ 7% കൊടുക്കുന്നത് അവർക്ക് വരുന്ന പരസ്യത്തിന്റെയും സ്പോൺസർഷിപ്പുകളുടെയും ഒക്കെ ചിലവുകൾ കഴിച്ചിട്ടാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ചിലവുകൾ വരുന്നില്ല. അതുകൊണ്ട് 7 ദേശസാൽകൃത ബാങ്കുകളിൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 11-12% മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ കൊടുക്കാൻ കഴിയും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിനെ ഒരു മോശമായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമില്ല. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അത് ലാഭകരമാണ് എന്നുള്ളതാണ്. കേരളത്തിൽ 24-ലധികം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. കേരളത്തിൽ ഇപ്പോൾ 24 അല്ല, 40-ലധികം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. 24 എന്നുള്ളത് പഴയ കണക്കാണ്. ഇതിൽ ഭൂരിഭാഗവും സുതാര്യമല്ല എന്നതാണ് വിവരങ്ങൾ. നിക്ഷേപമായി കിട്ടുന്ന പണം ഇവിടെ അമരത്തുള്ളവർ തന്നെ അവരുടെ സ്വന്തം ബിനാമി ബിസിനസ്സിലേക്ക് മറിക്കുകയാണ്. 1000 മുതൽ 1500 കോടികൾ വരെ സമാഹരിച്ച കേരളത്തിലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. ഇതിൽ പകുതി തുകയും ഇവർ ബിനാമി നിക്ഷേപങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബിനാമി നിക്ഷേപങ്ങൾ, ഇതിനൊക്കെ എന്താ പറയാ? ഇതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണ്. ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാലോ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലും കുറേ സബ്സ്ക്രൈബേഴ്സും കുറേ പ്രേക്ഷകരുണ്ടെങ്കിൽ എന്തുമാവാം, എന്തും വിളിച്ച് പറയാം എന്നുള്ളതാണ്. ഇതിനൊന്നും മറുപടിയില്ല. ഇതിനൊക്കെ തെളിവുകൾ ഉണ്ടെങ്കിൽ അതുമായിട്ട് വരൂ, അപ്പൊ നമുക്കതിന് മറുപടിയും തരാം. ഇവിടെ ഇടപാട്, നിക്ഷേപം, ബാധ്യതകൾ ഒന്നിലും കേന്ദ്ര സർക്കാരിനോ റിസർവ് ബാങ്കിനോ യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ല എന്നത് തിരിച്ചറിയുക. ഇതിൽ കേന്ദ്ര സർക്കാരിനോ RBIക്കോ യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞല്ലോ. ഇതിനുള്ള ഉത്തരം ഞാൻ നേരത്തെ തന്നിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ചും കൂടി പറയാനുണ്ട്. അതിനി വരുന്ന വീഡിയോകളിൽ സാവധാനമായിട്ട് തരാം. ഇത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവർ ഈ പറയുന്ന കളവുകൾ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് സാധാരണക്കാരെ മനസ്സിലാക്കുക അവരെ അതിന് സഹായിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതുകൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ഇന്നല്ലെങ്കിൽ നാളെ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ പലതും പൊട്ടും. ഇന്നല്ലെങ്കിൽ നാളെ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ പലതും പൊട്ടും എന്നാണ് പറയുന്നത്. ഇതൊരു പ്രവചനമാണ്. അപ്പോൾ കുറച്ച് നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഓരോന്നായിട്ട് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്, കോടികളാണ് നഷ്ടപ്പെടുന്നത്, കസ്റ്റമേഴ്സിന് പണം നഷ്ടപ്പെട്ടു, തിരിച്ചു പിടിക്കാൻ യാതൊരുവിധ വഴികളും ഇല്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ട് ഇപ്പോഴെന്താ ഈ പറയുന്നത്? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടും എന്നുള്ളത് പ്രവചനത്തിലേക്ക് പോയി. ഇപ്പൊ കാര്യങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സുധീഷ് ചന്ദ്രൻ എന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ച് കേസ് നടത്തിയ ഒരു കസ്റ്റമർ കർമ്മയോട് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്.
അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ച ആദ്യ ചോദ്യം, മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപം സുരക്ഷിതമാണോ? ഇതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. ഒരിക്കലും അല്ല എന്നും എന്റെ 3 നിക്ഷേപിച്ച പണം പോയെന്നുമാണ് സുധീഷ് പറയുന്നത്. സുധീഷ് അതനുസരിച്ചുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ കേസ് നടത്തി, ഒടുവിൽ കേസ് നടത്തിയ പണം പോലും പോയി. ദയവായി പണം നിക്ഷേപിക്കരുത്. കാരണം അവർ ഒരിക്കൽ വഞ്ചന നടത്തിയാൽ പണം തിരിച്ചു പിടിക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും സർക്കാർ ഏറ്റെടുക്കില്ല. റിസർവ് ബാങ്കിലുമില്ല, മറ്റ് സൊസൈറ്റികൾ ഇവരുടെ ബാധ്യത ഏറ്റെടുക്കുകയുമില്ല. ഞാൻ കുറച്ച് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിക്ഷേപിച്ചു. അതിൽ 3 തട്ടിപ്പ് നടത്തി. 100% എന്റെ സ്വന്തം തെളിവ് കർമ്മ ന്യൂസിന് കൈമാറുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് അദ്ദേഹം തന്നിരിക്കുന്ന റെസിപ്റ്റുകൾ. അദ്ദേഹം പറയുന്നത്, എനിക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ട്, എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ഞാൻ അഭിഭാഷകനോട് ചോദിച്ചു. ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ബാങ്കിന്റെ ഉടമയെ പോലീസ് കണ്ടെത്തുമെന്നും ഉടമ പണം തിരികെ നൽകുമെന്നും ഒരു പ്രതീക്ഷയുമില്ല. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യില്ല. കാരണം നിക്ഷേപം സ്വീകരിച്ചത് നിയമവിധേയമായാണ്. ബിസിനസ് പൊളിഞ്ഞതിന് കേസെടുക്കാനാകില്ല. ഈ ക്രെഡിറ്റ് സഹകരണ സംഘങ്ങളാണ് തട്ടിപ്പ് വഞ്ചന നടത്തിയിരിക്കുന്നത്. ഞാൻ ചില രസീതുകളും തെളിവുകളും ഒക്കെ അറ്റാച്ച് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അയ്യോ, സുധീഷ് ചന്ദ്ര എന്ന് പറയുന്ന ഒരു കസ്റ്റമർ അവരോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് അവർ പറയുന്നത്. അവരതിൻ്റെ തെളിവുകളൊക്കെ ഹാജരാക്കി എന്ന് പറയുന്നു. അപ്പോൾ ഇവർ തിരിച്ചു ചോദിച്ചത്രേ ഇതിലെ നിക്ഷേപങ്ങൾ സുരക്ഷിതമാണോ എന്ന്. അപ്പോൾ അയാൾ അതിന് പറഞ്ഞ മറുപടികളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഏത് ഭാഷയിലാണ് നിങ്ങളോട് പറഞ്ഞത്? മലയാളത്തിലല്ല എന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാം. ഒന്നുകിൽ നിങ്ങളോട് കന്നഡയിലായിരിക്കും പറഞ്ഞിട്ടുള്ളത്, അതല്ലെങ്കിൽ മറാത്തിയിലായിരിക്കും, അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കും, അതുമല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ പറയുക, അത് ഞാൻ തെളിയിച്ചുതരാം. ഇയാൾക്ക് മലയാളം അറിയില്ല എന്നുള്ളത്. പക്ഷേ കളവ് പറയുമ്പോഴും അവിടെ സത്യം മുഴച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ഈ വീഡിയോയിൽ ആ റെസീറ്റ് കാണുന്നില്ലേ? ആ റെസീറ്റ് നിങ്ങളൊന്ന് ശരിക്കും വായിച്ചു നോക്കുക. അവർ ആ ഇംഗ്ലീഷിൽ മാത്രമാണ് അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്, കാണാത്ത രീതിയിൽ. അതിൻ്റെ തൊട്ട് മുകളിൽ സഹയോഗ് എന്നാണ് ആ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേര്. ഇനി എന്താണ് സഹയോഗ്, എവിടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അല്ലേ നമുക്കറിയേണ്ടത്. അതിന് നമുക്ക് വഴിയുണ്ട്. അത് നമ്മൾ വീണ്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് എടുത്ത് ഇതെവിടെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. മാത്രമല്ല, ഇവർ എത്ര വലിയ കളവാണ് പറയുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, അവരെ ഭയപ്പെടുത്തുക, ഏതെങ്കിലും ഒരാളുടെ പേരും വിളിച്ച് പറഞ്ഞിട്ട് അയാൾക്ക് കോടികൾ നഷ്ടപ്പെട്ടു, ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുക. എന്നിട്ട് അയാൾ ആരാണ്, എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ വിവരണങ്ങളോ ഒന്നുമില്ല. നമുക്ക് നേരെ ഗൂഗിളിൽ കയറിയിട്ട് നമുക്ക് എന്താ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ തന്നെ കയറി നോക്കാം. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നടിക്കുക. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് വ്യക്തമായ വിവരണങ്ങൾ നൽകുന്ന മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ്റെ വെബ്സൈറ്റ് കിട്ടും. അതിൽ തന്നെ മറ്റൊരു ലിങ്കും കൂടെ തെളിഞ്ഞു വരും, crcs.gov.in. അതായത് അത് സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പുതിയ ഇതേ ഇൻഫോർമേഷനുള്ള മറ്റൊരു വെബ്സൈറ്റാണ്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അത് നമ്മൾ ക്ലോസ് ചെയ്യണം തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്തിട്ട് ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന ഈ വെബ്സൈറ്റിൽ കയറുന്നു. അതിൽ കയറിയിട്ട് നമ്മൾ ഈ ഹോം, ചാർട്ട്, രജിസ്റ്റേർഡ് സൊസൈറ്റീസ്, ഫോംസ്, MSCS ആക്ട്, ആപ്ലിക്കേഷൻ, ഇങ്ങനെ എല്ലാം ഉണ്ട്. ഇതിൽ നമ്മൾ ഈ രജിസ്റ്റേർഡ് സൊസൈറ്റീസ് എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റേറ്റ് വൈസ് ലിസ്റ്റ്, ഓൾ രജിസ്റ്റേർഡ് സൊസൈറ്റീസിൻ്റെ PDF ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതിൽ നമ്മൾ ഓൾ രജിസ്റ്റേർഡ് സൊസൈറ്റീസ് PDF എന്നുള്ള സാധനം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ മുഴുവൻ രജിസ്റ്റേർഡ് സൊസൈറ്റികളുടെയും പേര്, വിവരങ്ങൾ, എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. ഇതിൽ ഇന്ത്യയിലെ ഈ ഒരു PDF ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ രജിസ്റ്റേർഡ് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളുടെയും പേരുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സഹയോഗ് എന്നുള്ള, ഇപ്പോൾ ഇവർ പറയുന്നത് പിന്നെ കണ്ണൂരിൽ തകർന്ന സൊസൈറ്റിയുടെ പേര് സഹയോഗ് എന്നുള്ള പേരിലാണ് പറയുന്നത്. അതായത് ഈ ലിസ്റ്റിലെ 1140 1140 ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സഹയോഗ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഇത് കിട്ടും. അതായത് ഇവർ തെളിവായി പറയുന്ന ഒരു സുധീഷ് ചന്ദ്ര എന്ന് പറയുന്ന ആൾക്ക് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട് മുങ്ങിയ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആ ഒരു തെളിവുകളിൽ, റെസീറ്റിലും ബോണ്ടിലൊക്കെ കാണിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലുള്ള പേര് വെട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഹിന്ദി അറിയുന്നവർക്ക് അത് മനസ്സിലാകും. സഹയോഗ് എന്നാണ്. ഈ സഹയോഗ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എവിടെ പ്രവർത്തിക്കുന്നു നോക്കൂ. മഹാരാഷ്ട്ര, കർണാടക എന്നാണ് ഇത് ഫോം ചെയ്തത് എന്നുള്ളതുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഈ മഹാരാഷ്ട്രയിലും കർണാടകയിലും പ്രവർത്തനാനുമതിയുള്ള ഈ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെയാണ് കണ്ണൂരിൽ വന്ന് പൊട്ടുക എന്നുള്ളതാണ്
ചോദ്യം. ഈ ചോദ്യത്തിനൊന്നും വലിയ പ്രസക്തി ഇല്ല എന്നറിയാം. കാരണം കളവ് പറയാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പണം വാങ്ങുക, കളവ് പറയുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്, സഹയോഗ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഇത് പ്രവർത്തിക്കുന്നത് മഹാരാഷ്ട്രയിലും കർണാടകയിലുമാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ ഒരിക്കലും ഇത് പൊട്ടാനുള്ള ഒരു സാധ്യതയില്ല. ഇത് കളവാണ് പറയുന്നത്. അപ്പോൾ കണ്ണൂരിൽ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി തകർന്നു എന്നുള്ളതിന് ഇവർ തെളിവായിട്ട് ചൂണ്ടിക്കാട്ടുന്ന സുധീഷ് ചന്ദ്ര അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, സ്റ്റേറ്റ്മെൻറ്റ്, റെസീറ്റ് കാര്യങ്ങളുടെയൊക്കെ ഒരു സത്യാവസ്ഥ ഇപ്പോൾ മനസ്സിലായില്ലേ? പച്ചക്കള്ളമാണ് പറയുന്നത്. ഇതൊന്നും യാഥാർത്ഥ്യമല്ല. കിട്ടിയ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് എന്തും പറയാം, എങ്ങനെയും പറയാം, ആളുകളെ അതൊക്കെ വിശ്വസിപ്പിക്കാം എന്നുള്ള ഇവരുടെ ഈ ധാർഷ്ട്യമാണ് ഇത്തരത്തിലൊക്കെ ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. പക്ഷേ ഒരു കാര്യം തുറന്നു പറയട്ടെ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് ഇവർ ഈ പറയുന്നതൊന്നും സത്യമല്ല. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിക്കുന്നത് വളരെ സുരക്ഷിതമല്ലാത്തതും അപകട സാധ്യതയുമുള്ളതാണ്. കാരണം അവർ RBI മാർഗനിർദ്ദേശങ്ങളൊന്നും തന്നെ പാലിക്കുന്നില്ല. ഷെയറുകൾ ഒരു കുടുംബത്തിന്റെ കൈവശമുള്ളതിനാൽ ബോർഡംഗം, അതായത് കുടുംബനാഥൻ പണം എവിടെ ഉപയോഗിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നു. നിക്ഷേപകരുടെ പണം പലതവണ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഫിക്സഡ് ഡിപ്പോസിറ്റായി നിക്ഷേപിക്കുന്ന നിങ്ങളുടെ പണം ലഭിക്കുമെന്നത് യാതൊരുവിധ ഉറപ്പുമില്ല. നിങ്ങൾക്കിവിടെ എന്തെങ്കിലും നിക്ഷേപമുണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക. ഇത് ചെയ്യുന്നത് വളരെ അപകടകരമാണ്. നിലവിലുള്ള ചില കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഇതിനകം തന്നെ നിരവധി അഴിമതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരോപണങ്ങളാണ്. വീണ്ടും കുടുംബങ്ങളാണ് നിയന്ത്രിക്കുന്നത്. RBIക്ക് യാതൊരു നിയന്ത്രണാധികാരങ്ങളുമില്ല. പരാതികൾ ഉണ്ടെങ്കിൽ വളരെ പ്രയാസപ്പെട്ടു പോകും. ഡൽഹിയിലൊക്കെ നമ്മൾ പോകേണ്ടി വരും പരാതി കൊടുക്കാൻ. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമാണ് വിവരങ്ങൾ നൽകുന്നത്. ഇതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണ്. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൂഗിളിൽ കയറിയിട്ട് RBIയുടെ വെബ്സൈറ്റ് എടുക്കുക. ഈ വെബ്സൈറ്റിൽ sachet.rbi.org.in ഞാൻ നേരത്തെ ഇതേ വീഡിയോയിൽ നമ്മളത് കാണിച്ചു തന്നു. അതിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ പറ്റും. ആരാണ് നിയന്ത്രിക്കുന്നത്? നിയന്ത്രണാധികാരമുള്ള 9 റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് RBI, അതിലൊന്നാണ് സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കുടുംബങ്ങളല്ല നിയന്ത്രിക്കുന്നത്, കുടുംബനാഥനല്ല നിയന്ത്രിക്കുന്നത്, സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് നിയന്ത്രിക്കുന്നത്. RBI ഒരു റെഗുലേറ്ററി അതോറിറ്റി ആയിട്ട് എത്തരത്തിൽ ഈ ദേശസാൽകൃത ബാങ്കുകളുടെ റെഗുലേറ്ററി അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നുവോ അതുപോലെ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ റെഗുലേറ്ററി അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. ജനങ്ങൾ അല്പം പലിശ കുറവാണെങ്കിലും വ്യവസ്ഥാപിത ബാങ്കുകളിൽ മാത്രം പണമിടുക, ചിട്ടികൾ, സ്വകാര്യ ബാങ്ക്, നിധി, മണിച്ചെയിൻ, സഹകരണ ബാങ്ക്, മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി കുറികൾ, ഇതെല്ലാം തന്നെ ആപത്താണ്. ഇതെല്ലാം ചില വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെയൊക്കെയാണ്. സർക്കാരിനും കോടതിക്കും റിസർവ് ബാങ്കിന് പോലും ഇതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. വ്യവസ്ഥാപിത ബാങ്കിൽ പണമിട്ടാൽ, ഉദാഹരണത്തിന് ഫെഡറൽ ബാങ്ക് പൊളിഞ്ഞാൽ അതിന് കൊടുക്കാനുള്ളതിൽ കൂടുതൽ വായ്പകൾ കിട്ടാനുണ്ട്. ഫെഡറൽ ബാങ്കിന് റിസർവ് ബാങ്കിൽ സ്ഥിരം നിക്ഷേപം വൻതോതിലുണ്ട്. മറ്റ് ബാങ്കുകളിൽ സ്ഥിരം നിക്ഷേപം ഫെഡറൽ ബാങ്കിനുണ്ട്. കണക്കറ്റ ആസ്തികളുണ്ട്. ഷെയറുകൾ പല സ്ഥാപനത്തിലുമുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കൊടുക്കാനുള്ള നിക്ഷേപം വളരെ ചുരുങ്ങിയതായിരിക്കും. ഫെഡറൽ ബാങ്കിനെ കുറിച്ചുള്ള പരസ്യമാണ്. ഒന്നും പറയാനില്ല. ഫെഡറൽ ബാങ്കിന് പരസ്യം ചെയ്യാനുള്ള അധികാരമുണ്ട്, അവർക്കതിനുള്ള പെർമിഷൻ ഉണ്ട്, അവരത് ചെയ്തോട്ടെ. പക്ഷെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാനത് പറയുന്നു. മാത്രമല്ല, ഫെഡറൽ ബാങ്ക് പ്രതിസന്ധിയിലായാൽ മറ്റൊരു ബാങ്കിൽ ലയിച്ച് ആസ്തികൾ ഏറ്റെടുത്ത് കിട്ടാനുള്ള ബാധ്യതകൾ പിടിച്ചെടുക്കാനും കൊടുക്കാനുമുള്ളവയൊക്കെ കൊടുക്കുകയും ചെയ്യും. ഈ സംവിധാനങ്ങളൊന്നും തന്നെ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾക്കോ നിധികൾക്കോ ഒന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ വേറൊരു ഓപ്ഷൻ പറഞ്ഞു, അഥവാ ഫെഡറൽ ബാങ്ക് പൊളിഞ്ഞാൽ അതിനെ മറ്റൊരു ബാങ്ക് ഏറ്റെടുക്കും, നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടില്ല എന്നൊക്കെ. ഈ ഫെസിലിറ്റീസ് ഒന്നും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. കളവാണത്, പച്ചക്കള്ളമാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ അറിയാതെ പറയുന്നതായിരിക്കാം. ഇതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അമാൽഗമേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറുണ്ട്. ഏതെങ്കിലും ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സാമ്പത്തിക ബാധ്യതയിലായി കഴിഞ്ഞാൽ മറ്റൊരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അതിനെ ഏറ്റെടുക്കാനുള്ള ഒരു റൈറ്റ്, ഒരു പ്രൊവിഷൻ ഈ നിയമത്തിലുണ്ട്. അമാൽഗമേഷൻ എന്നാണ് അതിന് പറയുക. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരണം നമുക്ക് കിട്ടണമെങ്കിൽ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഗൂഗിളിൽ കയറാം. ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, 2023 ജൂലൈ
2026 ലോക്സഭയിലും ആഗസ്റ്റ് 1 രാജ്യസഭയിലും പാസ്സായ ഒരു ബില്ലുണ്ട്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2023. ഇപ്പോൾ പ്രസിഡന്റിൻ്റെ അസന്റിന് വേണ്ടി, പ്രസിഡന്റിൻ്റെ ഒപ്പിന് വേണ്ടിയിട്ട് അയച്ച ബില്ലാണിത്. ഇതിൻ്റെ സെക്ഷൻ 17, ഞാൻ വീണ്ടും പറയണം, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2023 സെക്ഷൻ 17ഉം 22ഉം നമ്മൾ പ്രത്യേകം നോക്കണം. നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് സെക്ഷൻ 17 എന്നുള്ളത്. നമുക്കൊന്ന് ഗൂഗിളിൽ കയറിയിട്ട് നോക്കാം. ഗൂഗിളിൽ കയറിയിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ബിൽ 2023 എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക. അമെൻമെൻറ്റ് ബില്ല് 2022 കാണാൻ പറ്റും, 2023 എന്നുള്ളതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും. ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ള ഈ ഒരു ലിങ്കിൽ ഇ ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു PDF ലിസ്റ്റ് കിട്ടും. ഈ PDF ഇത് കണ്ടോ, ഭാരത് രാജ്പത്ര, ദി ഗസറ്റ് ഓഫ് ഇന്ത്യ. ഇത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അമെൻമെൻറ്റ് ബില്ലാണ്. ഈ അമെൻമെൻറ്റ് ബില്ലിലെ സെക്ഷൻ 17 എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ സെക്ഷൻ 17 അമാൽഗമേഷനെ കുറിച്ചാണ് ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നത്. എന്താണ് സെക്ഷൻ 17 എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഈ വീഡിയോയിൽ ഇവർ പറയുന്നത് ഒരു ദേശസാൽകൃത ബാങ്ക് തകർന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് പണം നഷ്ടപ്പെടില്ല, ആ ബാങ്കിനെ മറ്റൊരു ബാങ്ക് ഏറ്റെടുക്കും. ഇത്തരത്തിലുള്ള പ്രൊവിഷൻസ് ഒന്നും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് ഈ ഗസറ്റിൽ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ബില്ല് ദി ഗസറ്റ് ഓഫ് ഇന്ത്യ എക്സ്ട്രാ ഓർഡിനറി, ഇതിലെ 3-ാമത്തെ പേജിൽ 6 എന്ന് നമ്പർ ഇട്ടെടുത്ത് നമ്മൾ നോക്കിയാൽ ഇൻ സെക്ഷൻ 17 ഓഫ് ദ പ്രിൻസിപ്പൽ ആക്ട് ആഫ്റ്റർ സബ്സെക്ഷൻ 9 ദ ഫോളോയിങ് സബ്സെക്ഷൻ ഷാൽ ബി inserted, namely any cooperative society may by a resolution passed by majority of not less than 2/3 of the members present and voting at a general meeting of such society decided to merge into an existing multi-state cooperative society. ഇങ്ങനെ ഈ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരു സൊസൈറ്റിയെ മറ്റൊരു സൊസൈറ്റിയിൽ മെർജ് ചെയ്യിക്കാനുള്ള സെക്ഷനാണിത്. ഒരു സൊസൈറ്റി സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബാധ്യതകൾ, പ്രശ്നങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആ സൊസൈറ്റിയെ മറ്റൊരു സൊസൈറ്റിയിൽ മെർജ് ചെയ്യാനുള്ള നിയമം ഇന്ത്യയിലുണ്ട്. ആ നിയമം മാറ്റിയിട്ട് ഇപ്പോൾ ഏറ്റവും പുതിയ നിയമത്തിൽ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു സ്റ്റേറ്റ് രജിസ്ട്രേഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ പോലും മെർജ് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള പ്രൊവിഷനാണ് ഏറ്റവും പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലെ സെക്ഷൻ 22 പറയുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് രജിസ്ട്രേഡ് സൊസൈറ്റിയെ അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, അങ്ങനെ മെർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ആ മെർജ് ചെയ്യുന്ന നിമിഷം തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ സ്റ്റേറ്റ് രജിസ്ട്രേഷൻ ക്യാൻസൽ ആകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പുതിയ ബില്ലിൽ 2023 ജൂലൈ 26 ലോക്സഭയിലും ആഗസ്റ്റ് 1 രാജ്യസഭയിലും പാസ്സായ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ബിൽ 2023 ഇപ്പോൾ പ്രസിഡന്റിൻ്റെ അസന്റിന് വേണ്ടി അയച്ച, പ്രസിഡന്റിൻ്റെ ഒപ്പിടാൻ വേണ്ടി അയച്ച ഈ ബില്ലിൽ ഈ മെർജിങ്ങിനെ കുറിച്ച്, അമാൽഗമേഷനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ദേശസാൽകൃത ബാങ്കുകൾക്ക് മാത്രമല്ല ഒന്നിനെ മറ്റൊന്നിൽ ലയിപ്പിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഇത്തരത്തിലുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അതിൻ്റെ രേഖകളാണ് ഞാനിവിടെ കാണിച്ചത്. എന്തും ഏതും യൂട്യൂബിലൂടെ വിളിച്ചു പറയുന്ന പോലെ ചുമ്മാ അങ്ങ് പറയേണ്ട എന്ന് കരുതിയാണ് വളരെ കൃത്യമായിട്ട് ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ മുൻപിലേക്ക് ഇട്ട് തരുന്നത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കും പഠിക്കാവുന്നതാണ്. അറിയാനുള്ള ഓപ്ഷൻസ് നമ്മുടെ മുൻപിലുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ sachet.rbi.org.in എന്ന് പറയുന്ന ആ വെബ്സൈറ്റ് ഉണ്ടല്ലോ, ആ വെബ്സൈറ്റിൽ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. ദേശസാൽകൃത ബാങ്കുകളിലെ നിക്ഷേപങ്ങളാണ് സുരക്ഷിതത്വം, അവിടെ മാത്രമേ നിക്ഷേപിക്കാവൂ എന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനൊരു മറുവാദം പറയാനുണ്ട്, അതും കൂടി പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കണം. നമുക്കതിൻ്റെ കൃത്യമായ തെളിവുകളോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ. ദേശീയ ബാങ്കുകളിൽ പണമിട്ടാൽ ഇൻഷുറൻസ് അടക്കം നിങ്ങൾക്ക് ലഭിക്കും. പണം തിരികെ കിട്ടുമെന്ന മികച്ച ഗ്യാരണ്ടിയുമാണ് കർഷകരുടെയും സ്ത്രീകളുടെയും കച്ചവടക്കാരുടെയും ഉന്നമനത്തിനായി സർക്കാർ രൂപീകരിച്ച സൊസൈറ്റികളെല്ലാം തന്നെ അത് ഭരിക്കുന്ന ഡയറക്ടർമാർ നശിപ്പിക്കുകയാണ് എന്നതാണ് ഇത്തരം സംഭവങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത്. അങ്ങനെ വന്നാൽ അതിന്റെ ഡയറക്ടർമാരെ പോലും പിടിക്കാനോ കേസെടുക്കാനോ പറ്റില്ല. അവർ കൈമലർത്തി കാണിച്ചാൽ അറസ്റ്റും കേസും പോലും എടുക്കാനാകില്ല. കാരണം അവർ നിയമപ്രകാരം പ്രവർത്തിച്ച് നിക്ഷേപം സ്വീകരിച്ചു. ഒരു ബിസിനസ് തകർന്നു എന്ന കാരണത്താൽ ബിസിനസ് ഉടമയെ അറസ്റ്റ് ചെയ്യാനാകില്ല. അതിനാൽ തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തകർന്നാൽ നിക്ഷേപകർക്ക് കേസ് കൊടുക്കാൻ പോലുമുള്ള സാഹചര്യം നിലവിലില്ല. അത്രമേൽ ഭീകരമായിട്ടാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഇനി ഒരു പരാതി കൊടുക്കണമെങ്കിൽ പോലും ഒരു ഓഫീസ് പോലും കേരളത്തിൽ ഇല്ല. അങ്ങ് ദില്ലി വരെ പോകേണ്ടി വരും. ഇവരുടെ ഒരു അറിയിപ്പ് പോലും മലയാളത്തിൽ ഇല്ല. എല്ലാം ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ്.
പ്രിയപ്പെട്ടവരെ, പച്ചക്കള്ളമാണ് ഈ പറയുന്നത്, പച്ചക്കള്ളമാണ് ഈ പറയുന്നത്. ഞാൻ നേരത്തെ വിശദമാക്കിയതാണ്, വീണ്ടും ഒരു പ്രാവശ്യം കൂടി പറയാണ്. കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും ഞാൻ പറഞ്ഞു, അതേ വെബ്സൈറ്റ് RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ sachet.rbi.org.in അതിൽ കയറുക. ഫയൽ എ കംപ്ലൈന്റ് എന്നുണ്ട്, നിങ്ങൾക്ക് കംപ്ലൈന്റ് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, 2023 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെന്റ് ബില്ലിലെ ഓംബുഡ്സ്മാൻ ഫെസിലിറ്റി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗൂഗിളിൽ കയറി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെന്റ് ബില്ല് 2023 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ അമെൻമെന്റ് ബില്ല് കിട്ടും. ആ അമെൻമെന്റ് ബില്ലിൽ ഓംബുഡ്സ്മാൻ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓംബുഡ്സ്മാൻ ഫെസിലിറ്റീസ് അതിൽ ഉൾപ്പെടുത്തിയതിനെ കുറിച്ചുള്ള രേഖകൾ കിട്ടും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമുക്ക് പരാതിപ്പെടാൻ കഴിയില്ല, നമുക്ക് എവിടെയും പോകാൻ കഴിയില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോലീസിനോ മറ്റ് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്കോ ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ്. ഓംബുഡ്സ്മാൻ ഫെസിലിറ്റി മാത്രമല്ല, കംപ്ലൈന്റ് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമല്ല, എല്ലാ നിയന്ത്രണാധികാരങ്ങളും ഉള്ള ഒരു റെഗുലേറ്റർക്ക് കീഴിലാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്. 100% വിശ്വസിക്കാം, 100% വിശ്വസിക്കാം. നിങ്ങൾക്ക് തെളിവുകളുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റുകളുണ്ട്, അതിലൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. ദയവായി ഈ കൊട്ടേഷൻ സംഘങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന യൂട്യൂബ് ചാനലുകളുണ്ടല്ലോ, ഈ പണം വാങ്ങി പണം ആവശ്യപ്പെടുന്നു, ആവശ്യപ്പെട്ട പണം കൊടുക്കാതിരുന്നാൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വീഡിയോകളും മറ്റൊക്കെ ചെയ്തിട്ട് ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ വീഡിയോകൾ ചെയ്തിറക്കുന്ന ഈ കൊട്ടേഷൻ സംഘങ്ങളുണ്ടല്ലോ, ദയവ് ചെയ്ത് പ്രേക്ഷകർ ഇവരെ വിശ്വസിക്കാതിരിക്കണം. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റുകളും ഞാൻ തെളിവുകളോട് കൂടിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്, നിങ്ങൾക്കത് പരിശോധിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, തീർച്ചയായിട്ടും അതിനുള്ള മറുപടിയും നൽകുന്നതാണ്. ഇനി ചോദ്യങ്ങൾക്കുള്ള മറുപടി അല്ല കേട്ടോ, ഒരു കമ്പാരിസൺ ആണ്. അതായത് ഈ വീഡിയോയിൽ ഉടനീളം പറയുന്ന ഒരു കാര്യമുണ്ട്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ നിക്ഷേപങ്ങൾ സുരക്ഷിതമല്ല, RBIയുടെ കീഴിലല്ല, കേന്ദ്ര സർക്കാരിൻ്റെതല്ല, പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ദേശസാൽകൃത ബാങ്കുകളിലാണ് പണം നിക്ഷേപിക്കാൻ പാടുള്ളൂ, അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് അല്പം കുറവാണെങ്കിലും അവിടെ സുരക്ഷിതത്വമുണ്ട്, അവിടെയാണ് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നത്, അതുപോലെ തന്നെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല, ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കമ്പാരിസൺ നമുക്ക് വീണ്ടും ഗൂഗിളിൽ തന്നെ കയറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് പരിശോധിച്ചിട്ടുള്ള കമ്പാരിസൺ ആണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ പറയുന്നതിനേക്കാളും നല്ലത് പ്രേക്ഷകരെ കൂടി എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എത്തരത്തിലാണ് വിലയിരുത്തേണ്ടത്, എവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായ ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നീളം പറഞ്ഞു 4 വെബ്സൈറ്റുകളെ കുറിച്ച്. ഒന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷന്റെ വെബ്സൈറ്റിനെ കുറിച്ച്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഡാറ്റാബേസ് RBIയുടെ sachet.rbi.in, അതുപോലെ തന്നെ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വെബ്സൈറ്റ്. ഈ 4 വെബ്സൈറ്റുകളിലും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗൂഗിളിൽ കയറി മിനിസ്ട്രി ഓഫ് കോർപ്പറേഷന്റെ വെബ്സൈറ്റിൽ കയറി നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനുണ്ട്. അത് നിങ്ങൾക്ക് ഇതിനു മുമ്പ് അറിയാത്ത കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ എന്നിട്ട് തീരുമാനിച്ചോളൂ, ദേശസാൽകൃത ബാങ്കുകളിലാണോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലാണോ നിക്ഷേപിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ്റെ വെബ്സൈറ്റ് കിട്ടും. ആ വെബ്സൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ആൾ രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും PDF ലിസ്റ്റ് കിട്ടും. ഇനിയൊരു കമ്പാരിസണിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, ഇത് നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ കയറിയിട്ട് ഈ ലിസ്റ്റിൽ ഏകദേശം 1200 ചില്ലാനം പേരുകളുണ്ട്. അപ്പോൾ ഇതിൽ 1ാമത്തെ പേര്, 2ാമത്തെ, ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോവാം. 20ാമത്തെ പേരൊന്ന് നിങ്ങൾ നോക്കൂ. എന്താണ് 20ാമത്തെ പേര്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫീസേഴ്സ് അസോസിയേഷൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സ്റ്റാഫ് കോപ്പറേറ്റീവ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി എന്നാണ്. പ്രവർത്തന മണ്ഡലം തമിഴ്നാട്, കേരള, ചെന്നൈയിലാണ് ഹെഡ് ഓഫീസ്. 1991 മുതലുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസേഴ്സിന്, SBIയിലെ ഓഫീസേഴ്സിന് സ്വന്തമായിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി 24ാമത്തെ പേര് നോക്കൂ, ധന ബാങ്ക് സ്റ്റാഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. അതായത് നമ്മൾക്കറിയാലോ, ധന ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക്
ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇങ്ങനെ വീണ്ടും താഴോട്ട് വന്നു കഴിഞ്ഞാൽ 35-ാമത്തെ പേര് നോക്കൂ, ദി വിജയ ബാങ്ക് എംപ്ലോയീസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. കുറച്ചും കൂടി താഴോട്ട് വന്ന് 38-ാമത്തെ പേര് നോക്കൂ, പഞ്ചാബ് നാഷണൽ ബാങ്ക് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒന്നുകൂടി താഴെ 42-ാമത്തേത് യൂക്കോ ബാങ്ക് എംപ്ലോയീസ് കോപ്പറേറ്റീവ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി. 43-ാമത്തെ പേര് നോക്കൂ, ICICI ബാങ്ക് ഓഫീസേഴ്സ് കോപ്പറേറ്റീവ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി. 44-ാമത്തെ പേര് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് കോപ്പറേറ്റീവ് ത്രിഫ്റ്റ് സൊസൈറ്റി എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒക്കെ പുറമെ ഇപ്പോൾ പല ആളുകളും, ഈവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, നമ്മുടെ ഗവൺമെൻറ് സർവീസിലുള്ള ആളുകളൊക്കെ പണം നിക്ഷേപിക്കുന്നത് മിക്കവാറും അവരുടെയൊക്കെ റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ വരുന്നത് പ്രൊവിഡൻറ്റ് ഫണ്ടിലാണ്, PF അവർ പണം നിക്ഷേപിക്കുന്നത്. 19-ാമത്തെ പേര് നോക്കൂ, പ്രൊവിഡൻറ്റ് ഫണ്ട് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പ്രൊവിഡൻറ്റ് ഫണ്ടിലെ എംപ്ലോയീസിന് വേണ്ടിയിട്ട്. ഇതൊക്കെ എന്തിനാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നല്ലതല്ലെങ്കിൽ, അവിടെയുള്ള നിക്ഷേപം ലാഭകരമല്ലെങ്കിൽ, അവിടെയുള്ള നിക്ഷേപം സുരക്ഷിതമല്ലെങ്കിൽ, ദേശസാൽകൃത ബാങ്കുകളിലെ നിക്ഷേപങ്ങളാണ് സുരക്ഷിതത്വം ഉള്ളത് എന്ന് ഈ വീഡിയോയിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, പ്രേക്ഷകരും ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ദേശസാൽകൃത ബാങ്കുകളൊക്കെ അവരുടെ ഓഫീസേഴ്സിനും അവർക്കും സ്വന്തമായിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടാക്കിയത് എന്തിനാണ്? നമുക്കൊരു ഉത്തരേ ഉള്ളൂ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ നിക്ഷേപങ്ങൾ ലാഭകരമായതുകൊണ്ടാണ് ദേശസാൽകൃത ബാങ്കുകളിലെ ഓഫീസേഴ്സ് പോലും അവർക്ക് വേണ്ടി സ്വന്തമായിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടാക്കിയത്. ഈ 19-ാമത്തെ പേര് പ്രൊവിഡൻറ്റ് ഫണ്ട്. പല അധ്യാപകരും പല ഗവൺമെൻറ് ജീവനക്കാരൊക്കെ പ്രൊവിഡൻറ്റ് ഫണ്ടിലാണ് പണം നിക്ഷേപിക്കുന്നത്. റിക്കറിംഗ് ഡെപ്പോസിറ്റ്, അതായത് 6% നിർബന്ധമായിട്ടും പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ഇടണം എന്നുള്ള നിയമം ഉണ്ടായിട്ടും 30%, 35% ഒക്കെ ശമ്പളത്തിൻ്റെ 30-35% പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രൊവിഡൻറ്റ് ഫണ്ടിലെ എംപ്ലോയീസ് പോലും പ്രൊവിഡൻറ്റ് ഫണ്ടിലല്ല പണം നിക്ഷേപിക്കുന്നത്. പ്രൊവിഡൻറ്റ് ഫണ്ടിലെ എംപ്ലോയീസിന് മാത്രമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലാണ്. ഇനി 11-ാമത്തെ പേരൊന്ന് നോക്കൂ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. മിക്ക ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിക്ഷേപം നടത്തിയാൽ ടാക്സ് ഡിഡക്ഷൻ കിട്ടുമോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇൻകം ടാക്സിലെ ഉദ്യോഗസ്ഥരൊക്കെ ഈ ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്ന സ്ഥാപനങ്ങളിൽ നിക്ഷേപങ്ങൾ നടത്തില്ല വേണ്ടത്. അവർക്ക് സ്വന്തമായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് സ്വന്തമായിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ഇനി ഈ വീഡിയോയിൽ ഉടനീളം പറയുന്ന മറ്റൊരു കാര്യമാണ്, RBIയുടെ കീഴിലല്ല മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നുള്ളതാണ്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലല്ല മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. അതുകൊണ്ട് തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ നിക്ഷേപങ്ങൾ സുരക്ഷിതമല്ല എന്ന് പറയുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ലിസ്റ്റിലെ 1280 1280 പേരൊന്ന് നിങ്ങൾ നോക്കൂ, റിസർവ് ബാങ്ക് സ്റ്റാഫ് ആൻഡ് ഓഫീസേഴ്സ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ്. അതായത് റിസർവ് ബാങ്കിലെ ഓഫീസേഴ്സ് പോലും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയിലെ ഓഫീസേഴ്സ് പോലും അവരുടെ നിക്ഷേപങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് സ്വന്തമായിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ONGC, FCI, ഇന്ത്യൻ റെയിൽവേ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും, ഇന്ത്യയിലെ ഏറ്റവും വലിയ നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ L&T, ലാർസൻ ആൻഡ് ടർബോ, L&T ഉൾപ്പെടെ ONGC ഉൾപ്പെടെ വലിയ വലിയ സ്ഥാപനങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. ദേശസാൽകൃത ബാങ്കുകൾക്കും സ്വന്തമായിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. നിങ്ങൾ ഈ ലിസ്റ്റ് നിങ്ങൾക്ക് വിശദമായിട്ട് പരിശോധിക്കാവുന്നതാണ്. ഇനി ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ നിക്ഷേപങ്ങൾ സുരക്ഷിതമല്ലെങ്കിൽ ദേശസാൽകൃത ബാങ്കുകൾ അടക്കമുള്ള ബാങ്കുകൾക്കും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഉത്തരം നമുക്കറിയാം, നമുക്ക് പറയാം, അതിൽ യാതൊരു സംശയവും വേണ്ട. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ നിക്ഷേപമാണ് ഏറ്റവും ലാഭകരം എന്നുള്ളത് കൊണ്ടാണ് ദേശസാൽകൃത ബാങ്കുകൾ വരെ അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മാത്രമായിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തുടങ്ങിയിട്ടുള്ളത് എന്ന് ദയവായി പ്രേക്ഷകർ മനസ്സിലാക്കുക. ഇത്തരം കുപ്രചാരണങ്ങൾ, അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് പലതരത്തിലുള്ള കുപ്രചാരണങ്ങൾ വരുന്നുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. പലരുടെയും പൊയ്മുഖങ്ങൾ പൊളിഞ്ഞു വീഴാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇവിടെ നിലനിന്നു പോയാൽ, അതിലൂടെ സാധാരണക്കാർക്ക് വലിയ ലാഭങ്ങൾ ഉണ്ടായാൽ
വർഷങ്ങളായിട്ട് സാധാരണക്കാരനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, അവനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല സ്ഥാപനങ്ങൾക്കും അവരുടെ യഥാർത്ഥ മുഖം വെളിവാക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് മുളയിലെ നുള്ളിക്കളയുക എന്ന ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കെതിരെ നടത്തുന്നത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ നിക്ഷേപങ്ങൾ 100% സുരക്ഷിതമാണ്. വലിയ വലിയ സ്ഥാപനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കുമൊക്കെ സ്വന്തമായിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. ഇപ്പോൾ സാധാരണക്കാർക്ക് കൂടി നിക്ഷേപങ്ങൾ നടത്താൻ പറ്റുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിക്ഷേപകർക്ക് നല്ല ലാഭവിഹിതം നൽകുന്ന സൊസൈറ്റികളാണ് കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരനും നല്ല രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്താം. ഇവിടെ കാലങ്ങളായിട്ട് ഉദ്യോഗസ്ഥരും വലിയ വലിയ സ്ഥാപനങ്ങളും അവരുടെ സ്വന്തം സൊസൈറ്റികൾ ഉണ്ടാക്കി അവരുടെ പണം അവിടെ നിക്ഷേപിച്ച് സാധാരണക്കാരൻ്റെ പണം മാത്രം കുറഞ്ഞ ലാഭം വിഹിതം കിട്ടുന്നിടത്ത് മാത്രം, അല്ലെങ്കിൽ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നിടത്ത് മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. അതിന് വിരുദ്ധമായിട്ട് സാധാരണക്കാരന് കൂടി നല്ല രീതിയിൽ ലാഭവിഹിതം കിട്ടും എന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ അതിനെ അട്ടിമറിക്കാനുള്ള ഒരു കരുതിക്കൂട്ടിയുള്ള ശ്രമം മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോസ്, കുപ്രചാരണങ്ങൾ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെന്റിന്റെ 9 റെഗുലേറ്ററി അതോറിറ്റികളിൽ ഒന്നായ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന റെഗുലേറ്ററി അതോറിറ്റിയുടെ കീഴിൽ ഇന്ത്യയിലെ സഹകരണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 1ലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓട്ടോണോമി ഉണ്ട് എന്നുള്ളതാണ്. പരസ്പര സഹകരണമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. 7 പ്രിൻസിപ്പിൾസൊക്കെ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു. ദയവായി പ്രേക്ഷകർ ഇത്തരത്തിലുള്ള ഈ ചില കൊട്ടേഷൻ യൂട്യൂബ് ചാനലുകൾ പടച്ചുവിടുന്ന കുപ്രചാരണങ്ങൾ വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്പറും ഞാൻ നൽകാം. നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറഞ്ഞു തരുന്നതാണ്. ചില ആളുകൾ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് വിളിക്കും. പേടിപ്പിക്കേണ്ട, പേടിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് മറുപടി പറയാൻ ഇല്ല എന്നുള്ളത് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.